ശ്മശാനം. രാത്രി. മഴ. ചാറ്റൽ മഴയല്ല, ആർത്തലച്ച് പെയ്യുന്ന മഴ. ശ്മശാനത്തിൻ്റെ ഗേറ്റിൽ ഒരു പെണ്ണ് നിൽക്കുന്നു. വെള്ള സാരി, നനഞ്ഞൊട്ടി നിൽക്കുന്നു. കയ്യിലൊരു താലി, സ്വർണത്താലി. അവളുടെ പേര് മീര. മീര പതിയെ നടന്നു. ചെളിയിൽ കാൽ പുതയുന്നു. അവൾ നിൽക്കുന്നത് ഒരു പുതിയ കല്ലറയുടെ മുന്നിൽ. കല്ലറയിൽ എഴുതിയിരിക്കുന്നു അർജുൻ, വയസ്സ് 30. മീര മുട്ടുകുത്തിയിരുന്നു. താലി 2 കൈയിലും ഇറുക്കി പിടിച്ചു. അർജുനേട്ടാ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ്. മീര പൊട്ടിക്കരഞ്ഞു. 1 വർഷം മുൻപ് ഇതേ ദിവസമാണ് ഏട്ടൻ എൻ്റെ കഴുത്തിലിത് കെട്ടിയത്. മീര വിറയ്ക്കുന്ന കൈയോടെ താലി കല്ലറയുടെ മുകളിൽ വെച്ചു. അവൾ താലി കല്ലറയിൽ ചേർത്ത് വെച്ച് നെറ്റിമുട്ടിച്ചു. മഴയും കണ്ണീരും കൂടി കല്ലറ നനഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം, ഒരു കൊച്ചു കുട്ടിയുടെ ശബ്ദം. അമ്മേ. മീര ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കുട പിടിച്ച് ഒരു 6 വയസ്സുകാരി പെൺകുട്ടി. അവളുടെ കണ്ണിൽ സങ്കടം. അമ്മേ, അച്ഛൻ പറഞ്ഞു അമ്മയെ കൂട്ടിക്കൊണ്ടു വരാൻ. മീര എഴുന്നേറ്റു. മോളെ നീ? ഞാൻ നില. അച്ഛൻ്റെ പേര് വിവേക്. അച്ഛൻ പറഞ്ഞു അമ്മയാണ് എൻ്റെ പുതിയ അമ്മയെന്ന്. മീരയുടെ തല ചുറ്റുന്ന പോലെ. ദൂരെ ഒരു കാർ ഹെഡ്ലൈറ്റ് മഴയിൽ മങ്ങി നിൽക്കുന്നു. കാറിൽ നിന്നൊരു പുരുഷൻ ഇറങ്ങി വരുന്നു, കുട പിടിച്ച്. അയാൾ അടുത്തേക്ക് വന്നു. മീരയെ നോക്കി. അയാളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. മീര, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. നീ എവിടെ പോയെന്ന് അറിഞ്ഞില്ല. മീരയുടെ കയ്യിൽ നിന്ന് താലി താഴെ വീണു, ചെളിയിൽ. അവൾ ഓർത്തു, മണിക്കൂറുകൾക്ക് മുമ്പ് അവൾ 2ാം വിവാഹം കഴിച്ചു. വിവേക് എന്ന ആളെ. അച്ഛൻ്റെ നിർബന്ധത്തിന്, അനിയത്തിയുടെ ഭാവിക്ക്. പക്ഷേ അവളുടെ മനസ്സിപ്പോഴും ഈ കല്ലറയിലാണ്, അർജുൻ്റെ കൂടെ. വിവേക്, ഐ ആം വെരി സോറി. മീര പൊട്ടിക്കരഞ്ഞു. എനിക്ക് പറ്റില്ല. ഞാൻ അർജുനേട്ടൻ്റെ ഭാര്യയാണ്, എപ്പോഴും. വിവേക് പതിയെ മീരയുടെ അടുത്ത് വന്നു. താഴെ കിടന്ന താലിയെടുത്ത് ചെളി തുടച്ചു. എനിക്കറിയാം മീര, വിവേക് വിതുമ്പി. എൻ്റെ ഭാര്യയും 3 വർഷം മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചതാണ്. ഈ നിലമോൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. നിനക്കെന്നെ ഭർത്താവായി കാണണ്ട, ഒരു ഭ്രണ്ടായി കണ്ടാൽ മതി. നിലയ്ക്ക് ഒരമ്മ വേണം, അത്രേ ഉള്ളൂ. നില ഓടി വന്ന് മീരയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, പോവല്ലേ. അച്ഛൻ പറഞ്ഞു അമ്മ വന്നാൽ പിന്നെ ഞാൻ രാത്രി പേടിക്കണ്ടെന്ന്, അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങാമെന്ന്. മീരയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ നിലയുടെ തലയിൽ വീണു. 6 വയസ്സ്, അമ്മയില്ലാത്ത കുഞ്ഞ്. അർജുൻ്റെ ശവക്കല്ലറ, മുന്നിൽ കരഞ്ഞു നിൽക്കുന്ന ഭർത്താവ്, കെട്ടിപ്പിടിച്ച് കരയുന്ന കൊച്ചു കുഞ്ഞ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾക്ക് മുമ്പ്. മീരേ, ഈ സാരി നിനക്ക് ചേരും. അർജുൻ ചിരിച്ചു. കല്യാണപ്പുടവ എടുത്ത് മീരയുടെ ദേഹത്ത് ചേർത്ത് വെച്ചു. ഏട്ടാ, ചുവപ്പ് മതിയോ? എനിക്ക് പച്ച ഇഷ്ടാ. മീര കൊഞ്ചി. നീ എന്തുടുത്താലും എൻ്റെ സ്വർഗമാണ്. പക്ഷെ കല്യാണത്തിന് ചുവപ്പ് തന്നെ മതി, എൻ്റെ ചോര പോലെ, നമ്മുടെ പ്രണയം പോലെ. അർജുൻ മീരയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. പ്രോമിസ് ചെയ്യും മീരെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്, മരണം വരെ. മരിച്ചാലും ഞാൻ ഏട്ടൻ്റെ കൂടെ ഉണ്ടാവും. മീര ചിരിച്ചു. പ്രേതമായിട്ട് വന്ന് പേടിപ്പിക്കും. അർജുൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഞാൻ ആ പ്രേതത്തെ കെട്ടിപ്പിടിച്ച് കിടക്കും. അവർ അറിഞ്ഞില്ല 6 മാസം കഴിഞ്ഞ് അർജുൻ ഒരു ലോറി ആക്സിഡൻറ്റിൽ പോവുമെന്ന്, മീരയുടെ ലോകം തകരുമെന്ന്. വിവേകിൻ്റെ വീട്. മഴ ഇപ്പോഴും തോർന്നിട്ടില്ല. കാർ വിവേകിൻ്റെ വീടിൻ്റെ പോർച്ചിൽ വന്നു നിന്നു. 2 നില വീട്, പഴയ തറവാട്. പക്ഷേ അകം മുഴുവൻ ഇരുട്ട്. ആരുമില്ല. കല്യാണം സിമ്പിളായി രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരുന്നു. ബന്ധുക്കളാരും വന്നില്ല. കാരണം വിവേകിൻ്റെ വീട്ടുകാർക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു. ചത്തവൻ്റെ ഭാര്യയെ കെട്ടുന്നത് ശരിയല്ല എന്നവർ പറഞ്ഞു. വിവേക് കുട പിടിച്ച് മീരയുടെ സൈഡിലെ ഡോർ തുറന്നു. ഇറങ്ങിക്കോ മീര. നില ഉറങ്ങിപ്പോയിരുന്നു വിവേകിൻ്റെ മടിയിൽ. അപ്പോഴും അവളുടെ കുഞ്ഞു വിരലുകൾ ഇപ്പോഴും വിവേകിൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. മീര ഇറങ്ങിയില്ല. അവൾ കാറിൽ തന്നെ ഇരുന്നു. പുറത്തെ മഴയിലേക്ക് നോക്കി. വിവേക്, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ?
മീര പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എൻ്റെ വീട്ടിൽ, അച്ഛൻ്റെ അടുത്ത്. ഒറ്റ രാത്രി പ്ലീസ്. വിവേക് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ തലയാട്ടി. നിനക്ക് സമയം വേണമെന്ന് എനിക്കറിയാം. പക്ഷേ അയാൾ നിലയെ നോക്കി. ഇവൾ ഉണരുമ്പോൾ അമ്മയെ കാണാതെ കരയും. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ പോയത്. അന്നു മുതൽ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. മീരയുടെ നെഞ്ചിൽ എന്തോ കൊണ്ട പോലെ. ഈ കുഞ്ഞിൻ്റെ കണ്ണിലെ പേടി അവൾ ശ്മശാനത്തിൽ കണ്ടതാണ്. അത് അഭിനയമല്ല. ഞാനിവിടെ നിൽക്കാം, മീര പതിയെ പറഞ്ഞു. വിവേക് ചെറുതായി ചിരിച്ചു. ആ ചിരിയിൽ നന്ദിയുണ്ടായിരുന്നു, സങ്കടവും. വാ, മുറി കാണിച്ചു തരാം. മുറി വലുതായിരുന്നു, പക്ഷേ ഒരുക്കങ്ങളൊന്നുമില്ല. ഒരു പഴയ കട്ടിൽ, അതിൽ പുതിയ വിരി വിരിച്ചിട്ടുണ്ട്. മുല്ലപ്പൂവിൻ്റെ മണം. വിവേക് തന്നെ വിരിച്ചതാവും. ഒരു വശത്ത് നിലയുടെ ചെറിയ കട്ടിൽ, അതിൽ ടെഡി ബിയറുകൾ. ചുവരിൽ നിലയും അവളുടെ പഴയ അമ്മയും കൂടിയുള്ള ഫോട്ടോ. ആ അമ്മയുടെ കണ്ണുകൾ മീരയെപ്പോലെ തന്നെ. വിവേക് നിലയെ പതിയെ ആ കട്ടിൽ കിടത്തി. പുതപ്പ് കഴുത്ത് വരെ മൂടി. നില ഉറക്കത്തിൽ അമ്മയെന്ന് വിളിച്ചു. മീരയുടെ കണ്ണ് നിറഞ്ഞു. മീര, നീ ഈ കട്ടിൽ കിടന്നോ? വിവേക് വലിയ കട്ടിൽ ചൂണ്ടി പറഞ്ഞു. ഞാൻ താഴെ പായ വിരിച്ച് കിടന്നോളാം. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അയാൾ ഒരു തലയണയും പുതപ്പും എടുത്ത് താഴെ വിരിച്ചു. മീരയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ. വിവേക്, മീര വിളിച്ചു. താങ്ക് യു. വിവേക് തിരിഞ്ഞു നോക്കി. എന്തിന്? എന്നെ നിർബന്ധിക്കാത്തതിന്. ഞാൻ ഇതുവരെ റെഡിയല്ല. വിവേക് തലയാട്ടി. എനിക്കറിയാം, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സ് ഒരുപോലെ തകരും പ്രിയപ്പെട്ടവർ പോകുമ്പോൾ. എൻ്റെ ഭാര്യ ലക്ഷ്മി പോയിട്ട് 3 വർഷം. ഇതുവരെ ഞാൻ ആ കട്ടിൽ കിടന്നിട്ടില്ല. താഴെ തന്നെയാണ് കിടക്കുന്നത്. കാരണം ആ മണം, അവളുടെ മണം ഇപ്പോഴും ആ തലയണയിലുണ്ട്. മീര തരിച്ചുപോയി. ഈ മനുഷ്യനും തന്നെ പോലെ തന്നെ നഷ്ടത്തിൻ്റെ വേദന കൊണ്ട് ജീവിക്കുന്ന ഒരാൾ. ഉറങ്ങിക്കോ മീര, നാളെ നമുക്ക് സംസാരിക്കാം. വിവേക് ലൈറ്റ് ഓഫ് ചെയ്തു. മുറിയിൽ നിലാവ് മാത്രം. മീര കട്ടിൽ കിടന്നു, പക്ഷെ ഉറക്കം വന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവസാനം എഴുന്നേറ്റ് ജനലരികിൽ പോയി നിന്നു. പുറത്ത് മഴ തോർന്നിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ. അർജുനേട്ടാ, ഏട്ടൻ കാണുന്നുണ്ടോ? മീര ആകാശത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കുഞ്ഞിനെ ഞാൻ ചതിക്കണോ, അതോ ഏട്ടനെ ചതിക്കണോ? അപ്പോഴാണവൾ അത് കണ്ടത്. താഴെ തറയിൽ കിടക്കുന്ന വിവേകിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഇറ്റി വീഴുന്നു. അയാൾ ഉറങ്ങിയിട്ടില്ല. അയാളും കരയുകയാണ് ഭാര്യയുടെ ഓർമ്മയിൽ. 2 തകർന്ന മനസ്സുകൾ ഒരു മുറിയിൽ, ഒരു മോൾക്ക് വേണ്ടി. പിറ്റേന്ന് രാവിലെ 6 മണി. അമ്മേ എഴുന്നേക്ക്. മീര ഞെട്ടി എഴുന്നേറ്റു. നില അവളുടെ മുഖത്ത് കൈവച്ച് കുലുക്കി വിളിക്കുകയാണ് ചിരിച്ചുകൊണ്ട്. ഗുഡ് മോർണിംഗ് അമ്മേ. അച്ഛൻ ദോശ ഉണ്ടാക്കി. അമ്മ വേഗം വാ, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ തിന്നും. മീര ചുറ്റും നോക്കി. വിവേകിനെ കാണുന്നില്ല. താഴെ വിരിച്ച പായ മടക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ എവിടെ മോളെ? അടുക്കളയിൽ. അച്ഛൻ പറഞ്ഞു അമ്മ പുതിയ ആളല്ലേ, നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അച്ഛൻ എനിക്ക് മാത്രമേ ദോശ ഉണ്ടാക്കി തരാറുള്ളൂ. ഇന്ന് അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ. മീരയുടെ മനസ്സൊന്നലിഞ്ഞു. അവൾ നിലയുടെ തലയിൽ തലോടി. മോൾ പോയി കൈ കഴുകിയിട്ട് വാ, അമ്മ മുഖം കഴുകിയിട്ട് വരാം. നില ഓടിപ്പോയി. ശരി അമ്മേ. അമ്മേ. ആ വാക്ക് വീണ്ടും. മീരയുടെ കണ്ണ് നിറഞ്ഞു. പക്ഷെ ഇത്തവണ സങ്കടം കൊണ്ടല്ല, എന്തോ ഒരാശ്വാസം. അടുക്കളയിൽ വിവേക് ദോശ ഇടുന്നു. ഒരു കൈലിയും ബനിയനും. സാധാരണക്കാരൻ, പക്ഷെ അയാളുടെ മുഖത്ത് ഒരു ശാന്തതയുണ്ട്. ഗുഡ് മോർണിംഗ് മീര, അയാൾ പറഞ്ഞു. വിവേക് തിരിഞ്ഞു നോക്കി. ഗുഡ് മോർണിംഗ് മീര, ഉറങ്ങിയോ? കുറച്ച്. ദോശ എടുക്കട്ടെ? തേങ്ങാ ചട്നിയുണ്ട്. നിലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മതി വിവേക്, ഞാൻ സഹായിക്കാം. വേണ്ട, നീ ഇരിക്കും മീര. മീര ടേബിളിലിരുന്നു. നില ഓടി വന്ന് മീരയുടെ മടിയിൽ കയറിയിരുന്നു. അമ്മേ, അച്ഛൻ കഥ പറയും ദോശ തിന്നുമ്പോൾ. ഇന്ന് അമ്മയും കേൾക്കണം. വിവേക് ദോശ പ്ലേറ്റിൽ വെച്ച് കൊണ്ടുവന്നു. എന്ത് കഥ വേണം മോൾക്ക്? രാജകുമാരിയുടെ കഥ. പക്ഷേ ഇന്ന് രാജകുമാരിക്ക് 2 രാജകുമാരന്മാർ വേണം. നില കൈകൊട്ടി ചിരിച്ചു. വിവേകിൻ്റെയും മീരയുടെയും മുഖം ഒരുപോലെ വിളറി. 2 രാജകുമാരന്മാർ. മീരയുടെ മനസ്സിൽ അർജുൻ്റെ മുഖം തെളിഞ്ഞു. വിവേകിൻ്റെ മനസ്സിൽ അവൻ്റെ മരിച്ചുപോയ ഭാര്യ ലക്ഷ്മിയുടെ മുഖവും. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. വിവേക് പോയി വാതിൽ തുറന്നു. പുറത്ത് പോലീസ് 2 പേർ. വിവേക് എന്നാണല്ലേ പേര്? ഒരു പോലീസുകാരൻ ചോദിച്ചു. അതെ സർ, എന്താ കാര്യം? നിങ്ങളുടെ ഭാര്യയുടെ ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ കേസിൽ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അർജുൻ എന്നാണ് പേരല്ലേ? മീരയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. അർജുനേട്ടൻ? അവൾ അലറി. പോലീസുകാരൻ ഡയറി എടുത്തു നോക്കി. അതെ, അർജുൻ. ആ ആക്സിഡൻറ്റ് ഒരു ആക്സിഡൻ്റ് അല്ലായിരുന്നു, അത് മർഡർ ആയിരുന്നു. ആരോ പ്ലാൻ ചെയ്ത് കൊന്നതാണ്.
വിവേക് ഞെട്ടി മീരയെ നോക്കി. മീര വിവേകിനെ നോക്കി. ആരാണ് അർജുനെ കൊന്നത്? എന്തിന്? നില പേടിച്ച് മീരയെ കെട്ടിപ്പിടിച്ചു. അമ്മേ, പോലീസ് അങ്കിൾ എന്താ പറയുന്നത്? അച്ഛനെ ആരെങ്കിലും കൊല്ലുവോ? അവൾ ഏതച്ഛനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? അർജുനെയോ അതോ വിവേകിനെയോ? ഗ്ലാസ് പൊട്ടിയ ശബ്ദം മുറിയിൽ മുഴങ്ങി നിന്നു. നില പേടിച്ച് മീരയുടെ മടിയിൽ മുഖം പൂഴ്ത്തി. അമ്മേ. വിവേക് ഓടി വന്ന് നിലയെ വാരിയെടുത്തു. സർ, കുട്ടിയുടെ മുന്നിൽ വെച്ച് വേണ്ട, അവൾ പേടിക്കും. പോലീസുകാരൻ തൊപ്പി ഊരി. സോറി, ഞാൻ എസ് ഐ രാഘവൻ. ഇതെൻ്റെ അസിസ്റ്റൻ്റ് സുധി. കേസ് റീഓപ്പൺ ചെയ്തതാണ്. 1 വർഷം മുമ്പ് അർജുൻ്റെ ലോറി ആക്സിഡൻ്റ് ആയില്ലേ പാലക്കാട് വെച്ച്? മീരയുടെ കൈ വിറച്ചു. അതെ, ബ്രേക്ക് ഫെയിലായി കൊക്കയിലേക്ക്. അല്ല. എസ് ഐ രാഘവൻ പോക്കറ്റിൽ നിന്നൊരു കവർ എടുത്തു. ഇന്നലെ ഒരു മെക്കാനിക് സറണ്ടർ ചെയ്തു. അവൻ പറയുന്നു ആ ലോറിയുടെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം കട്ട് ചെയ്തതാണ്. 5 ലക്ഷം രൂപ കൂലി വാങ്ങി ചെയ്തതാണെന്ന്. മീരയുടെ തല കറങ്ങി. അവൾ ചേറിൽ പിടിച്ചു. ആരാ അത് ചെയ്യാൻ പറഞ്ഞത്? എസ് ഐ രാഘവൻ വിവേകിനെ നോക്കി. അതറിയാനാണ് ഞങ്ങൾ വന്നത്. മെക്കാനിക്ക് പറഞ്ഞത് കാശ് കൊടുത്ത ആളിൻ്റെ പേര് വി എന്ന് തുടങ്ങുമെന്നാണ്. അവൻ മുഖം കണ്ടിട്ടില്ല, ഫോണിലൂടെ മാത്രം. മുറിയിൽ സൈലൻസ്. വിവേക്? നില അച്ഛ എന്ന് വിളിച്ച് വിവേകിൻ്റെ കഴുത്തിൽ മുറുകെ കെട്ടിപ്പിടിച്ചു. വിവേകിൻ്റെ മുഖം വിളറി വെളുത്തു. സർ, ഞാൻ അർജുനെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഞാൻ എന്തിനു കൊല്ലണം? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. എസ് ഐ രാഘവൻ ഡയറി തുറന്നു. മീര, നിങ്ങൾ വിവേകിനെ എപ്പോഴാണ് പരിചയപ്പെട്ടത്? 2 ദിവസം മുമ്പ്. മീര മെല്ലെ പറഞ്ഞു. കല്യാണത്തിന് തലേ ദിവസം. അച്ഛനാണ് ആലോചന കൊണ്ടുവന്നത്. ആലോചന ആര് വഴിയാണ് വന്നത്? എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് വിശ്വനാഥൻ അങ്കിൾ. എസ് ഐ എഴുതി. വിശ്വനാഥൻ വി. ഓക്കെ മീര, അർജുൻ്റെ മരണശേഷം നിങ്ങൾക്ക് സ്വത്തെന്തെങ്കിലും കിട്ടിയോ? മീര തലയാട്ടി. ഏട്ടന് 2 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു. 50 ലക്ഷം വില വരും. അതെൻ്റെ പേരിലാണിപ്പോൾ. എസ് ഐ രാഘവനും സുധിയും പരസ്പരം നോക്കി. 50 ലക്ഷം മോട്ടീവ് കിട്ടി. വിവേക് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ കാശിന് വേണ്ടി ഒരാളെ കൊല്ലുവോ? എൻ്റെ മോളിത് കേൾക്കുന്നു. എസ് ഐ കൈപൊക്കി. റിലാക്സ് മിസ്റ്റർ വിവേക്, ഞങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞില്ല. ജസ്റ്റ് എൻക്വയറി. ആ വിശ്വനാഥനെ ഒന്ന് വിളിക്കേ, നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം. വിവേക് ഫോൺ എടുത്തു വിറയ്ക്കുന്ന കൈയോടെ. അപ്പോഴാണ് മീരയുടെ ഫോൺ റിങ് ചെയ്തത്. അൺനോൺ നമ്പർ. അവൾ ഫോൺ എടുത്തു, സ്പീക്കർ ഇട്ടു. മറതലയ്ക്കൽ ഒരു ശബ്ദം, പരുക്കൻ ശബ്ദം, റെക്കോർഡ് ചെയ്ത പോലെ. മീര, നീ 2ാം കെട്ട് കഴിച്ചത് തെറ്റായിപ്പോയി. അർജുൻ ജീവനോടെയുണ്ട്. അവനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. 20 ലക്ഷം തന്നാ അവനെ വിട്ടുതരാം. ഇല്ലെങ്കിൽ ഈ തവണ ശരിക്കും കൊല്ലും. ലൈൻ കട്ടായി. മീരയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. അവൾ ബോധം കെട്ട് താഴേക്ക് വീണു. മീര! വിവേക് അലറി. ഹോസ്പിറ്റൽ. വെള്ള ബെഡ്. മീരയുടെ കയ്യിൽ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. മീര പതിയെ കണ്ണുകൾ തുറന്നു. അടുത്ത് വിവേക് ഇരിക്കുന്നു. കണ്ണ് ചുവന്നിരിക്കുന്നു. നില വിവേകിൻ്റെ മടിയിൽ ഉറങ്ങുന്നു. മീര, എങ്ങനെയുണ്ട്? വിവേക് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അർജുനേട്ടൻ. മീര എഴുന്നേൽക്കാൻ നോക്കി. കിടക്കൂ, ഡോക്ടർ പറഞ്ഞു BP കൂടിയെന്ന്. ടെൻഷൻ ആവരുത്. അപ്പോഴാണ് എസ് ഐ രാഘവൻ അകത്തേക്ക് വന്നത്. മീര, ആ വോയിസ് കോൾ ട്രേസ് ചെയ്തു. പാലക്കാട് ഒരു പൊളിഞ്ഞ പാറമടയിൽ നിന്നാണ്. ഞങ്ങൾ ടീമിനെ വിട്ടിട്ടുണ്ട്. ഏട്ടൻ ജീവനോട് ഉണ്ടാവുമോ സാർ? മീരയുടെ ശബ്ദമിടറി. നോക്കട്ടെ. പക്ഷെ മീര, ഒരു കാര്യം, ആ വോയിസ് അത് റെക്കോർഡ് ചെയ്തത് 1 വർഷം മുൻപാണ് എന്ന് ടെക് ടീം പറയുന്നു. ആക്സിഡൻറ്റ് നടന്ന അന്ന്. വിവേക് ഞെട്ടി. എന്നുവെച്ചാ അർജുൻ ആക്സിഡൻറ്റിൽ മരിച്ചില്ല. ആരോ അവനെ കിഡ്നാപ്പ് ചെയ്തു. ലോറി മാത്രം കൊക്കയിലേക്ക് തള്ളിവിട്ടു. ആളുകൾ വിചാരിക്കും അവൻ മരിച്ചു എന്ന്. മീരയുടെ ഹൃദയം പടപടാ ഇടിച്ചു. പ്രതീക്ഷ. 1 വർഷം കഴിഞ്ഞ് ഒരു നൂലിഴ പ്രതീക്ഷ. പക്ഷേ എസ് ഐ തുടർന്നു. 1 വർഷം ഒരാളെ ഒളിപ്പിച്ചു വെക്കുക എന്തിന്? 20 ലക്ഷം വേണമെങ്കിൽ അന്ന് തന്നെ ചോദിക്കായിരുന്നു. എന്തുകൊണ്ടിപ്പോൾ ഈ 2ാം കല്യാണം കഴിച്ച അന്ന് തന്നെ? മീരയും വിവേകും പരസ്പരം നോക്കി. അതെ, എന്തുകൊണ്ടിപ്പോൾ? എസ് ഐ പോക്കറ്റിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഇതാണ് ആ മെക്കാനിക്ക്. അവൻ പറഞ്ഞു വി എന്ന് പേരുള്ള ആൾക്ക് ഒരു മകളുണ്ട്, 5-6 വയസ്സ്. അവൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അയാൾ ഫോട്ടോ വിവേകിന് നേരെ നീട്ടി. ഫോട്ടോയിൽ നിലയുടെ 3 വയസ്സപ്പോൾ നിലയ്ക്ക് 3 വയസ്സുള്ളപ്പോൾ ഉള്ള ഫോട്ടോ. വിവേകിൻ്റെ മരിച്ചുപോയ ഭാര്യ ലക്ഷ്മിയുടെ മടിയിലിരിക്കുന്ന ഫോട്ടോ. വിവേകിൻ്റെ ചോര മരവിച്ചു.
ഇതെൻ്റെ മോളുടെ ഫോട്ടോ എങ്ങനെ അവൻ്റെ കയ്യിൽ? അതാണ് പ്രോബ്ലം മിസ്റ്റർ വിവേക്, എസ്.ഐ. രാഘവൻ ഗൗരവത്തിൽ പറഞ്ഞു. ആ മെക്കാനിക്കിന് കാശ് കൊടുത്ത നിങ്ങളാണെന്ന് സംശയിക്കേണ്ടി വരും. നിങ്ങളുടെ മോളുടെ ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ട്. നുണ, ഞാനല്ല. വിവേക് എഴുന്നേറ്റു. നില ഞെട്ടി കരയാൻ തുടങ്ങി. അച്ഛാ, അച്ഛനെ പോലീസ് കൊണ്ടുപോവോ? നില വിവേകിനെ കെട്ടിപ്പിടിച്ചു. മീരയുടെ തല പെരുത്തു. ഒരു വശത്ത് 1 വർഷം കഴിഞ്ഞ് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ആദ്യ ഭർത്താവ്, മറുവശത്ത് തന്നെ ചേർത്ത് പിടിച്ച 2ാം ഭർത്താവ്. കൊലപാതക കേസിൽ പ്രതി, നടുക്കൊരു പാവം കുഞ്ഞ്. അവൾ ആരെ വിശ്വസിക്കും? രാത്രി വിവേകിൻ്റെ വീട്. മീര ഒറ്റയ്ക്ക്. പോലീസ് പോയി. വിവേക് നിലയും കൊണ്ട് മുകളിലെ മുറിയിൽ കിടന്നു. മീര, നീ റെസ്റ്റ് എടുത്തോ, ഞാൻ മോളുടെ കൂടെ കിടന്നോളാം. നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ. അയാളുടെ ശബ്ദമിടറി. അയാൾ പോയി. മീര ഹാളിലെ സോഫയിലിരുന്നു. തല കുനിച്ചു പിടിച്ചു. അപ്പോഴാണ് അവളുടെ കണ്ണ് ഭിത്തിയിലൊരു ഫോട്ടോ ഫ്രെയിമിൽ ഉടക്കിയത്. വിവേകിൻ്റെ കല്യാണ ഫോട്ടോ, അവനും ലക്ഷ്മിയും. ലക്ഷ്മി? മീര എഴുന്നേറ്റ് ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മിയുടെ മുഖം, അത് മീരയുടെ മുഖം പോലെ തന്നെ. അതേ കണ്ണുകൾ, അതേ ചിരി, അതേ മുക്കുത്തി. മീരയുടെ കാൽ തളർന്നു. അവൾ സോഫയിലേക്ക് വീണു. വിവേക് തന്നെ കല്യാണം കഴിച്ചത് തൻ്റെ മുഖം ലക്ഷ്മിയെപ്പോലെ ഇരിക്കുന്നു എന്നതുകൊണ്ടാണോ? അയാൾക്ക് അർജുനെ അറിയാമായിരുന്നോ? അർജുൻ്റെ മരണത്തിൽ അയാൾക്ക് പങ്കുണ്ടോ? പെട്ടെന്ന് വീടിൻ്റെ ലൈറ്റ് മൊത്തം പോയി. കറണ്ട് കട്ട്, ഇരുട്ട്. മീരയുടെ ഫോൺ റിങ് ചെയ്തു. സെയിം അൺനൗൺ നമ്പർ. വിറയ്ക്കുന്ന കൈയോടെ അവൾ ഫോൺ എടുത്തു. മറുതലക്കൽ ശബ്ദം. ഇത്തവണ റെക്കോർഡല്ല, ലൈവ്. മീര, മോളെ. ആ ശബ്ദം മീരയ്ക്ക് മനപ്പാഠം. അർജുനേട്ടാ, മീര വിതുമ്പി. മോളെ, ഞാൻ കുഴിയിൽ കിടക്കുക. ഇവിടെ വെള്ളം കയറുന്നു. ശ്വാസം മുട്ടുന്നു. ഏട്ടൻ എവിടെയാണ് ഏട്ടൻ? വിവേകിൻ്റെ തറവാട്ടിലെ പഴയ കിണർ. എന്നെ അവൻ. ലൈൻ കട്ടായി. അതേസമയം മുകളിലെ മുറിയിൽ നിന്ന് നിലയുടെ നിലവിളി. അച്ഛാ. എഴുന്നേക്കുന്നില്ല. മീരയുടെ ചോര ഉറഞ്ഞു. കിണറ്റിൽ അർജുൻ, മുകളിൽ ബോധമില്ലാതെ വിവേക്. ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത്? മീര ആദ്യം ആരുടെ അടുത്തേക്ക് ഓടണം? അച്ഛാ. നിലയുടെ കരച്ചിൽ മുകളിൽ നിന്ന്. ഏട്ടൻ കിണറ്റിൽ വെള്ളം കയറുന്നു. അർജുൻ്റെ അവസാന വാക്കുകൾ മീരയുടെ ചെവിയിൽ മുഴങ്ങി. 2 ശബ്ദം, 2 ജീവൻ, ഒരേ നിമിഷം. മീരയുടെ കൈ ഫോണിൽ മുറുകി. അവൾ ഒരു സെക്കൻഡ് കണ്ണടച്ചു. അർജുൻ്റെ മുഖം, വിവേകിൻ്റെ മുഖം, നിലയുടെ കരച്ചിൽ. പിന്നെ അവൾ മുകളിലേക്കോടി. എന്തുകൊണ്ട്? കാരണം നില. 6 വയസ്സുള്ളൊരു കുഞ്ഞിപ്പോൾ അനാഥയാവരുത്. അർജുൻ 1 വർഷം പിടിച്ചു നിന്നു. 5 മിനിറ്റ് കൂടി പിടിച്ചു നിൽക്കും. പക്ഷേ വിവേകിന് എന്തേലും പറ്റിയാൽ നില ഒറ്റയ്ക്കാവും. മീര കുതിച്ച് മുകളിലെ മുറിയിൽ കയറി. നില തറയിൽ കിടക്കുന്ന വിവേകിനെ കുലുക്കി കരയുകയാണ്. അച്ഛ എഴുന്നേക്ക്, അമ്മ വന്നു. വിവേകിൻ്റെ മുഖം വിളറിയിരിക്കുന്നു. ശ്വാസം വളരെ പതിഞ്ഞ്. വായിൽ നിന്ന് നുര. വിഷം? മീര പേടിച്ചുപോയി. അവൾ മേശമേൽ നോക്കി. ഒരു ഗ്ലാസ്, പകുതി വെള്ളം. അതിൽ വെള്ളപ്പൊടി അടിഞ്ഞിരിക്കുന്നു. ആരോ വിവേകിന് വിഷം കൊടുത്തു. പക്ഷെ ആര്? വീട്ടിലവർ 3 പേരേ ഉള്ളൂ. മീര വിറയ്ക്കുന്ന കൈയോടെ വിവേകിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. 108 ഡയൽ ചെയ്തു. ആംബുലൻസ് പ്ലീസ്. വിഷം, എൻ്റെ ഭർത്താവ്. അവൾ ഭർത്താവെന്ന് പറഞ്ഞത് സ്വയം അറിയാതെയാണ്. ഫോൺ വെച്ചിട്ട് അവൾ നിലയെ വാരിയെടുത്തു. മോള് പേടിക്കണ്ട, അച്ഛനൊന്നും പറ്റില്ല, അമ്മയുണ്ട്. പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോഴും അർജുൻ്റെ ശബ്ദം. കിണറ്റിൽ വെള്ളം കയറുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ആംബുലൻസ് എത്തി. ആംബുലൻസ് വിവേകിനെ കൊണ്ടുപോയി. എസ്.ഐ. രാഘവനും വന്നു. എന്താ സംഭവിച്ചത് മീര? എനിക്കറിയില്ല സാർ, ഞാൻ താഴെയായിരുന്നു. പെട്ടെന്ന് ലൈറ്റ് പോയി. അപ്പോൾ മോള് കരയുന്നത് കേട്ട് ഓടി വന്നു. അപ്പോൾ എസ്.ഐ. ഗ്ലാസ് ഒരു കവറിലാക്കി. ഫോറൻസിക്കിന് അയക്കണം, വിരലടയാളം നോക്കണം. നില മീരയെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അമ്മേ, അച്ഛൻ ചത്തുപോവോ എൻ്റെ പഴയ അമ്മയെ പോലെ? മീരയുടെ നെഞ്ചു പൊട്ടി. അവൾ നിലയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഇല്ല മോളെ, അച്ഛൻ വരും, അമ്മ പ്രോമിസ്. എസ്.ഐ. രാഘവൻ മീരയെ മാറ്റി നിർത്തി. മീര, ആ ഫോൺ കോൾ അർജുൻ്റെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മീര തലയാട്ടി. അത് ഏട്ടൻ്റെ ശബ്ദമായിരുന്നു സാർ, 100%. പക്ഷേ എസ്.ഐ. ശബ്ദം താഴ്ത്തി. വിവേകിൻ്റെ വീട്ടിലെ പഴയ കിണർ 5 വർഷം മുമ്പ് മൂടിയതാണ്. എൻ്റെ അച്ഛൻ ഈ തറവാട്ടിൽ പണിക്ക് വന്നിട്ടുണ്ട്. കിണറ്റിൽ വെള്ളമില്ല, പിന്നെ എങ്ങനെ വെള്ളം കയറുന്നു എന്ന് പറയും? മീരയുടെ രക്തം തണുത്തു. അപ്പോൾ ഫോൺ ചെയ്തത് അർജുനല്ല, പിന്നെ ആരാ? എസ്.ഐ. പോയി കഴിഞ്ഞ് മീര നിലയെയും കൊണ്ട് താഴെ ഹാളിൽ വന്നിരുന്നു. കറണ്ട് വന്നിട്ടുണ്ട്. നില മീരയുടെ മടിയിൽ കിടന്നുറങ്ങി. പാവം കുഞ്ഞ്.
ഇന്ന് എന്തെല്ലാം കണ്ടു. മീരയുടെ മനസ്സ് കലങ്ങി മറിഞ്ഞു. വിവേകാണോ അർജുനെ കൊല്ലാൻ നോക്കിയത്? അല്ലെങ്കിൽ വിവേകിനെ കൊല്ലാൻ നോക്കുന്നത് ആരാ? ആ ഫോൺ കോൾ. അവൾ വിവേകിൻ്റെ ഫോൺ എടുത്ത് നോക്കി. ലോക്കില്ല. റീസെൻറ്റ് കോൾസ്. അവസാനം വന്ന കോൾ വിശ്വനാഥൻ അങ്കിൾ 30 മിനിറ്റ് മുമ്പ്. കറണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ്. ഡ്യൂറേഷൻ 45 സെക്കൻഡ്. വിശ്വനാഥൻ അങ്കിൾ? അച്ഛൻ്റെ ഫ്രണ്ട്? ആലോചന കൊണ്ടുവന്നത്? മീര വിറയ്ക്കുന്ന കൈയോടെ ആ നമ്പർ ഡയൽ ചെയ്തു. മറുതലയ്ക്കൽ ഫോൺ എടുത്തു. പക്ഷെ മിണ്ടുന്നില്ല. ഹലോ അങ്കിളെ? ഒരു ചിരി, പരിക്കൻ ചിരി, ഫോണിലെ ശബ്ദം പോലെ തന്നെ. മോളെ മീര, കല്യാണം എങ്ങനെയുണ്ട്? ഫസ്റ്റ് നൈറ്റ് സുഖമായിരുന്നോ? മീരയുടെ കയ്യിലെ ഫോൺ താഴെ വീഴാൻ പോയി. അങ്കിളെ, നിങ്ങളെന്തിനാ? അർജുനേട്ടൻ്റെ ശബ്ദത്തിൽ. മിടുക്കിയാണല്ലോ നീ. ശബ്ദം മനസ്സിലായല്ലേ? 1 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്തതാ. അർജുൻ്റെ എല്ലാ വോയിസ് നോട്ടും കേട്ട് പഠിച്ചതാ. എന്തിനാ അങ്കിളെ ഇതൊക്കെ? കാശിന് മോളെ. 50 ലക്ഷത്തിൻ്റെ റബ്ബർ തോട്ടത്തിന്. നിന്റെ അച്ഛൻ തരില്ലെന്ന് പറഞ്ഞു. അപ്പം അർജുനെ ഒഴിവാക്കി. പിന്നെ നിനക്ക് വേറെ കല്യാണം നോക്കും എന്നറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒരു ചെക്കനെ കൊണ്ടുവന്നു, വിവേക്. പാവം, അവൻ്റെ ഭാര്യയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഐഡിയ കിട്ടി. നീയും ലക്ഷ്മിയും ഒരുപോലെ. വിവേക് നിന്നെ കണ്ടാ ഉറപ്പായും കെട്ടും. മീരയുടെ ശ്വാസം നിന്നു. അപ്പോൾ വിവേക് ചേട്ടൻ അറിയില്ലേ? അവനൊന്നും അറിയില്ല. അവൻ വെറും ചട്ടുകം. ഇപ്പം നീ അവൻ്റെ ഭാര്യ. അവൻ മരിച്ച സ്വത്ത് നിനക്ക്. നീ വിധവ. നിന്നെ ഞാൻ സമാധാനിപ്പിക്കാൻ വരും. പിന്നെ 50 ലക്ഷം എൻ്റെ കയ്യിൽ. സിമ്പിൾ പ്ലാൻ. നീയാണോ വിവേകേട്ടന് വിഷം കൊടുത്തത്? ഞാനല്ല മോളെ, നീയാണ്. ആ ഗ്ലാസ്സിൽ നിന്റെ വിരലടയാളം ഉണ്ടാവും. ഞാൻ വാതിൽ തുറന്നകത്ത് കയറി. നീ താഴെ ഫോണിൽ സംസാരിക്കുമ്പോൾ വിവേകിന് വെള്ളം കൊടുത്തു. അവൻ കുടിച്ചു. നീ വന്നപ്പോഴേക്കും ഞാൻ ഇറങ്ങി. ഇപ്പോൾ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യും, കൊലപാതക ശ്രമത്തിന്. പിന്നെ നീ ജയിലിൽ. സ്വത്ത് അനാഥമാകും. ഞാൻ കോടതി വഴി സ്വന്തമാക്കും. മീരയുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചുപോയ നിമിഷം. പിന്നെ ഒരു കാര്യം, വിശ്വനാഥൻ തുടർന്നു. അർജുൻ ശരിക്കും ചത്തു. ഞാൻ തന്നെ കൊന്നതാ. ആ വോയിസ് അത് AI. അർജുൻ്റെ പഴയ വോയിസ് മെസ്സേജ് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ. ടെക്നോളജി മോളെ, ടെക്നോളജി. നീ 2ാമത് കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് പണി എളുപ്പമായി. ലൈൻ കട്ടായി. മീര തറയിലിരുന്നു പോയി. മടിയിൽ നില ഉറങ്ങുന്നു. അർജുനില്ല, പോയി എന്നേക്കുമായി. വിവേക് ഹോസ്പിറ്റൽ ജീവൻ മരണ പോരാട്ടത്തിൽ. താൻ കൊലപാതക ശ്രമം കേസിൽ പ്രതിയാകാൻ പോകുന്നു. എല്ലാം ഈ വിശ്വനാഥൻ കാരണം. പെട്ടെന്ന് വാതിൽ തുറന്ന് SA രാഘവൻ അകത്തേക്ക് ഓടി വന്നു. മീര, വിവേകിന് ബോധം വന്നു. അയാൾ ഒരു കാര്യം പറഞ്ഞു. മീര ചാടി എഴുന്നേറ്റു. എന്താ സാർ, ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? അയാൾക്ക് കുഴപ്പമില്ല. പക്ഷെ അയാൾ പറയുന്നു, ആ വിഷം കലക്കിയ ഗ്ലാസ് അത് അയാൾക്ക് കൊടുത്തത് നീയല്ല. SI മീരയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ ആര്? വിവേക് പറഞ്ഞത് ഗ്ലാസ് തന്നത് എൻ്റെ മോള് നില എന്നാണ്. മീരയുടെ കയ്യിൽ നിന്ന് നില താഴേക്ക് വീണു. ഉറങ്ങുകയായിരുന്ന നില പതിയെ കണ്ണു തുറന്നു. അവൾ മീരയെ നോക്കി ചിരിച്ചു. ആ ചിരി ഒരു 6 വയസ്സുകാരുടെ ചിരിയല്ലായിരുന്നു. സോറി പുതിയ അമ്മേ, അച്ഛൻ ചാകേണ്ടതായിരുന്നു. 6 വയസ്സുകാരി നിലയുടെ ശബ്ദം മാറി. ഒരു സ്ത്രീയുടെ ശബ്ദം. ഗൗരവം, വിദ്വേഷം. മീര 2 അടി പിന്നോട്ട് മാറി. നീ ആരാ? SA രാഘവൻ തോക്ക് ചൂണ്ടി. മോളെ അനങ്ങരുത്. നീ എന്തായി പറയുന്നത്? നില പൊട്ടിച്ചിരിച്ചു. ആ ചിരി ഒരു കുട്ടിയുടേതല്ല. SI സാർ, തോക്ക് താഴെ വച്ചോ. ഈ ശരീരത്തിൽ വെടിവെച്ച കൊല്ലപ്പെടുന്നത് ഒരു 6 വയസ്സുകാരിയാവും. നിങ്ങൾ ജയിലിൽ പോവും. അല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. അവൾ ഉറക്കെ ചിരിച്ചു. മുറിയിൽ സൈലൻസ്. നീ ആരാ? ഇതെൻ്റെ നിലക്കുട്ടിയല്ല. മീര വിറച്ചു. നില സോഫയിൽ കയറിയിരുന്നു. കാലാട്ടി. കണ്ണുകൾ ചുവന്നു. അല്ല, ഞാൻ നിലയല്ല. നില എൻ്റെ ആരുമല്ല, വിവേകിൻ്റെയും. മീര ഞെട്ടിപ്പോയി. എൻ്റെ പേര് ലക്ഷ്മി, വിവേകിൻ്റെ ആദ്യ ഭാര്യ. 3 വർഷം മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചവൾ. മീരയുടെ ചോര തണുത്തു. ലക്ഷ്മി? വിവേകിൻ്റെ ഭാര്യ? അതെ, നിലയല്ല, ലക്ഷ്മി. ഞാൻ മരിച്ചു. പക്ഷെ എൻ്റെ ആത്മാവ് പോയില്ല. കാരണം എനിക്ക് വിവേകിൻ്റെ കൂടെ ജീവിച്ചു മതിയായില്ല. ആഗ്രഹങ്ങൾ തീരാതെ കിടന്നു. എനിക്ക് അവനെ വേണം. അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, പാലൂട്ടി വളർത്തണം. എനിക്ക് അവൻ്റെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല.
അവളുടെ മുഖം വേദനയാൽ ചുളിഞ്ഞു. എസ് ഐ രാഘവൻ ഫോൺ എടുത്തു. ഹെഡ്ക്വാർട്ടേഴ്സ്, എനിക്കൊരു മന്ത്രവാദി വേണോ? അയാൾ സ്വയം അന്തിച്ചു. അയാൾ ഫോൺ കട്ടാക്കി പോക്കറ്റിൽ താഴ്ത്തി. ലക്ഷ്മി ഉറക്ക ചിരിച്ചു. അവളുടെ മുഖം വികൃതമായി. കണ്ണൊക്കെ ചുവന്നു കയറി. മുഖത്ത് വിള്ളൽ വീണു. കോമ്പല്ലുകൾ ഇറങ്ങി വന്നു. അവളുടെ ശരീരം വളർന്നു. മീരയും മെസ്സയും ഞെട്ടിവിറച്ചു. മുന്നിലതാ ഉഗ്രരൂപത്തിൽ ലക്ഷ്മി. മീര ധൈര്യം സംഭരിച്ചു. നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞിനെ എന്തിനു തിരഞ്ഞെടുത്തു? അതൊരു കുഞ്ഞല്ലേ, അതിന് നിന്നെ താങ്ങാൻ കഴിയില്ല. അറിയാം, നിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് വിവേകിൻ്റെ കൂടെ ജീവിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നിന്റെ അരയിൽ കിടക്കുന്ന മന്ത്രിച്ച തകിട്, അതാണ് എനിക്ക് തടസ്സം. പക്ഷെ ഞാൻ തോറ്റു പിന്മാറില്ല. എനിക്കെൻ്റെ വിവേകിനെ വേണം. നീ വന്നിട്ട് പോലും അവൻ്റെ മനസ്സിൽ ഞാനുണ്ട്. അവൻ എന്നെ അത്രത്തോളം പ്രണയിക്കുന്നുണ്ട്. അവനെ വിട്ടു പോകാൻ എനിക്കാവില്ല. നിനക്ക് വിട്ടു തരാനുമാകില്ല. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞാൻ അവനെ കൊണ്ടുപോകും, എൻ്റേത് മാത്രമായി. ഞങ്ങൾ ഒന്നിച്ച് തന്നെ ജീവിക്കും. അവളുടെ മുഖം വന്യമായി. അപ്പോൾ നിലമോൾ, അവൾ അനാഥയാകില്ലേ? നിന്റെ കുഞ്ഞല്ലേ അവൾ. നിനക്കെങ്ങനെ കഴിയുന്നു ക്രൂരയാകാൻ? മീര വേദനയോടെ ചോദിച്ചു. നില, ഞാൻ പ്രസവിച്ച കുഞ്ഞോ? അവൾ ഉറക്ക ചിരിച്ചു. ഇല്ല, നില എൻ്റെ കുഞ്ഞല്ല, ഞങ്ങളുടെ കുഞ്ഞല്ല. ഞാൻ മരിച്ചപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ വിവേക് ദത്തെടുത്ത കുഞ്ഞാണവൾ. അവൻ മനസ്സിലാക്കിയില്ല എനിക്കവനെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയില്ലെന്ന്. അവൻ ഉരുകിത്തീരുമ്പോൾ അവൻ്റെ തോളിൽ ചാരി ഞാനുണ്ടായിരുന്നുവെന്ന്. എന്നെ കാണാൻ അവന് കഴിഞ്ഞില്ല. അവൻ്റെ ഓർമ്മകളിൽ ഞാൻ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെ ഞാൻ പോകും? എനിക്ക് പോകണ്ട. ഞാൻ അവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. നില വന്നപ്പോൾ ഞാൻ അവളിലൂടെ അവനെ സ്നേഹിച്ചു. അവൻ എന്നെ കാണാനും കഴിഞ്ഞു. പക്ഷേ അവൾക്ക് വേണ്ടി അവൻ നിന്നെ താലി കെട്ടിയപ്പോൾ അവളുടെ മുഖം വികൃതമായി തുടങ്ങി. ഇനിയും അവൻ ഈ ലോകത്ത് തുടർന്നാൽ നിന്നെ അവൻ സ്നേഹിച്ചു തുടങ്ങും. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. അവൻ എൻ്റേതാണ്, എൻ്റേത് മാത്രം. നിന്നെ കൊല്ലുന്നതിലും എളുപ്പമല്ലേ അവനെ ഞാൻ കൊണ്ടുപോകുന്നത്? ഞാൻ കൊണ്ടുപോകും, എൻ്റെ വിവേകിനെ ഞാൻ കൊണ്ടുപോകും. അവളുടെ വാക്കുകളിൽ തീ പാറി. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. വിവേകിനെ ഞാൻ നിനക്ക് വിട്ടുതരില്ല. വിവേക് എൻ്റെ ഭർത്താവാണ്. അന്നാദ്യമായി അവൾ ഹൃദയം കൊണ്ട് പറഞ്ഞു, ഞാൻ വിവേകിനെ സ്നേഹിക്കുന്നു. അവളുടെ ചുണ്ടുകൾ വിറച്ചു. ലക്ഷ്മിയുടെ മുഖം വന്യമായി. അവൾ മീരയുടെ മുന്നിൽ വന്നു നിന്നു. മീര ഭയന്നുപോയി. അവളുടെ കണ്ണുകൾ, ആ സ്ഥാനത്ത് വലിയ 2 കുഴികൾ. അതിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നു. ശബ്ദം പുറത്തേക്ക് വരാതെ മീര തരിച്ചു നിന്നു. നിനക്ക് വേണമെന്നോ? അതും എൻ്റെ വിവേകിനെ? ലക്ഷ്മി പകുതി അളിഞ്ഞ കൂർത്ത നഖമുള്ള കൈകൾ ഉയർത്തി മീരയുടെ കഴുത്തിൽ പിടിമുറുക്കി. മീരയുടെ കാലുകൾ നിലത്തൂന്നുയർന്നു. അവൾ പിടയ്ക്കാൻ തുടങ്ങി. എസ് ഐ ഒറ്റ ചാട്ടത്തിന് അവളുടെ അരികിലെത്തി. അയാൾ അവളെ പിടിക്കും മുന്നേ അവൾ അയാളെ കഴുത്തിൽ പിടിച്ചുയർത്തി കഴിഞ്ഞു. 2 പേരും ജീവന് വേണ്ടി പിടഞ്ഞു. ലക്ഷ്മി! ആ അലർച്ചയിൽ അവൾ അവരുമായി തിരിഞ്ഞു. വിവേക്? അവളുടെ ആ ഭീകര രൂപം കണ്ട് അവൻ നടുങ്ങിപ്പോയി. ലക്ഷ്മിയുടെ വന്യത കുറഞ്ഞു. അവൾ തളർന്നുപോയി. കാരണം അവൻ്റെ മുഖത്തെ ഭയം. അവളുടെ കൈകൾ ഊർന്നുപോയി. എസ് ഐയും മീരയും താഴേക്ക് പതിച്ചു. മീര! അവൻ ലക്ഷ്മിയെ കടന്ന് മീരയുടെ അരികിലേക്ക് പാഞ്ഞു. അവളെ നിലത്തുനിന്ന് വലിച്ചുയർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മീര, മീര! അവൻ അവളെ കവിളിൽ മെല്ലെ തട്ടി. അവൻ്റെ ആ കരുതൽ, കണ്ണിലെ സ്നേഹം, അത് ലക്ഷ്മിയെ തകർത്ത് കളഞ്ഞു. ആ നിമിഷം എസ് ഐ പുറത്തേക്ക് ഇറങ്ങി ഓടി. മീര കണ്ണുകൾ ചിമ്മി തുറന്നു. ശ്വാസം ആഞ്ഞു വലിച്ചു. വിവേകിൻ്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. വിവേക്, നമ്മുടെ നില, നമ്മുടെ കുഞ്ഞ്. അവൾ കിതച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതുങ്ങി. അവൻ അവളുടെ തലയിൽ തഴുകി. അവളുടെ ശരീരത്തിൻ്റെ വിറയിൽ അവന് വേദനയായി. അറിയാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ തലയിൽ അമർന്നു. അത് കണ്ടതും ലക്ഷ്മിയുടെ മുഖം ദേഷ്യം കൊണ്ട് വികൃതമായി. അവൾ കൈകൾ മുന്നിലേക്ക് നീട്ടി. കൈ മാത്രം നീണ്ടു ചെന്ന് മീരയുടെ തലമുടിയിൽ പിടുത്തമിട്ടു. മീര അലറി വിളിച്ചു. വിവേക് ചാടി എണീറ്റു. ലക്ഷ്മി, നീ എന്തൊക്കെ ഈ ചെയ്യുന്നേ? ഇവളെൻ്റെ ഭാര്യയാണ്. അപ്പം ഞാനോ? ഞാൻ നിൻ്റെ ആരാ വിവേക്? അവളുടെ കണ്ണുകൾ അഗ്നിയായി. നീ എൻ്റെ ഭാര്യ ആയിരുന്നു. ഇപ്പോൾ അല്ല.
നീ മരിച്ചുപോയി. ഞാനതിൽ കുറെ വേദനിച്ചവനാണ്. നിൻ്റൊപ്പം മരിക്കാൻ ഉറച്ചവനാണ്. പക്ഷേ നില, അവളെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ അനാഥത്വം മാറുമെങ്കിൽ അതിൽ പരം എനിക്കെന്ത് വേണം? ഞാനിപ്പോൾ അവൾക്കായി ജീവിക്കുന്നു. അവൾക്കൊരമ്മയുടെ സ്നേഹം വേണമെന്ന് തോന്നി. അച്ഛന് പരിമിതികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. മീരയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടി. പക്ഷെ അവൾ ഇന്നും നിലയ്ക്ക് അമ്മ മാത്രമാണ്. എനിക്ക് ഭാര്യ ആയിട്ടില്ല. എന്നിട്ടും അവൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ജീവനായി സ്നേഹിച്ച, പ്രണയിച്ച നീ എൻ്റെ പ്രാണനെടുക്കാനും. ഞാൻ ആരെ കരുതണം? ജീവിതമായ മീരയെയോ മരണമായ നിന്നെയോ? അവൻ കരഞ്ഞുകൊണ്ട് മുടിയിൽ വിരൽ കയറ്റി നിലത്തേക്ക് മുട്ടുകുത്തി. എന്നെ കരുതണം. കാരണം ഞാൻ നിന്റെ ഭാര്യയാണ്. നിന്റെ കൂടെ കഴിയാൻ ഞാൻ ഇന്നും കൊതിക്കുന്നു. എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയില്ല വിവേക്. അതിന് നീ തിരഞ്ഞെടുത്തത് ഒരു പിഞ്ചു കുഞ്ഞിനെയല്ലേ? എനിക്ക് എൻ്റെ ലക്ഷ്യമാണ് വലുത്. അതെ, നീ ഇപ്പോൾ ക്രൂരയായ പിശാചാണ്. എൻ്റെ ലക്ഷ്മിയല്ല. എൻ്റെ ലക്ഷ്മിക്ക് ഒരിക്കലും ഇങ്ങനെയാകാൻ കഴിയില്ല. എൻ്റെ ലക്ഷ്മിക്ക് ആരെയും വേദനിപ്പിക്കാനും കഴിയില്ല. നീ മറ്റാരോ ആണ്. എനിക്ക് നിന്നെ വെറുപ്പാണ്. എനിക്ക് നിന്നെ കാണുന്നത് പോലും വെറുപ്പാണ്. അവൻ ഭ്രാന്തനെ പോലെ അലറി വിളിച്ചു. അവൾ നിന്നുപോയി ചലനമില്ലാതെ. മീര, ഇവളാണ് എൻ്റെ ഭാര്യ, എൻ്റെ മോളുടെ അമ്മ. ഞാനിവളെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ജീവിക്കണം എൻ്റെ മീരയോടൊപ്പം, എൻ്റെ മോളോടൊപ്പം. എന്നെ വെറുതെ വിടൂ. ഞാൻ നിന്റെ കാലിൽ വീണ് യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ലക്ഷ്മിയുടെ ചുണ്ടിൽ പരിഹാസം. നീ തന്നെ പറഞ്ഞു എന്നെ വെറുപ്പാണെന്ന്. പിന്നെ ഞാൻ എന്തിന് നിന്റെ വാക്ക് ചെവികൊള്ളണം? ഇവിടെ ജീവിച്ചാ നിനക്ക് പരമസുഖം. ഇല്ലടാ, നിന്നെ ഞാൻ ഇവൾക്ക് വിട്ടുകൊടുക്കില്ല. ഇവൾക്കെന്നല്ല, ആർക്കും. അവളുടെ കൂർത്ത നഖങ്ങൾ അവന് നേരെ നീണ്ടു. വിവേക് പതറാതെ നിന്നു. അവൻ്റെ കഴുത്തിൽ പിടി വീഴും മുന്നേ അവളൊന്ന് പിടച്ചു. അവളിൽ നിന്നും അലർച്ച ഉയർന്നു കേട്ടു. മീരയും വിവേകും പകച്ചു നിന്നു. എസ് ഐ വാതിൽ കടന്നു വന്നു. കൂടെ ഒരു കത്തനാരും. എസ് ഐയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കത്തനാർ മുന്നിലേക്ക് വന്ന് അവളുടെ നേരെ കുരിശു നീട്ടി. കയ്യിലെ കുപ്പിയിലെ ദ്രാവകം അവളുടെ ശരീരത്തിൽ തളിച്ചു. അവൾ അലറിക്കൊണ്ട് പുകയാൻ തുടങ്ങി. അച്ഛാ! പെട്ടെന്ന് നിലയുടെ ശബ്ദം. മോളെ! മീരയും അവനും ഒന്നിച്ചലറി. അവർ മുന്നോട്ടാഞ്ഞു. പക്ഷേ കത്തനാർ തടഞ്ഞു. അതവളുടെ അടവാണ്. അവൾ പോയിട്ടില്ല. അയാൾ വീണ്ടും പ്രാർത്ഥന ചൊല്ലി അവളുടെ നെറ്റിയിൽ കുരിശമർത്തി. കയ്യിലെ കൊന്ത അവളുടെ കഴുത്തിൽ ചാർത്തി. നിലയൊന്ന് പിടഞ്ഞു. അവൾ നിലത്ത് വീണ് ഉരുണ്ടു. വായിൽ നിന്നും നുര പൊന്തി. അവളുടെ മേൽ ദ്രാവകം കുടഞ്ഞുകൊണ്ടേയിരുന്നു അയാൾ. നിലയൊന്നുയർന്നുകൊണ്ട് താഴേക്ക് പതിച്ചു. മോളേ! മീര നിലവിളിച്ചു. കത്തനാർ അവളെ കയ്യിൽ താങ്ങി. അവളിൽ നിന്നും പുറത്തേക്ക് വന്ന പുകമറ മഞ്ഞുപോലെ. അതിൽ ലക്ഷ്മിയുടെ മുഖം. വിവേകിനെ ഒന്ന് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ. ഞാൻ മനസ്സിലാക്കുന്നു, മരണം അതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭീകരാവസ്ഥ. ഞാൻ മരണമാണ്, മീര ജീവിതവും. ഞാൻ നിങ്ങൾക്ക് തടസ്സമാകില്ല വിവേക്. ഞാൻ പോകുന്നു എന്നേക്കുമായി. അവൾ പുകയായി മേലേക്ക് ഉയർന്നുയർന്നു പോയി. വിവേകിൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ ഇറ്റു വീണു. വിശ്വനാഥനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു, അർജുൻ്റെ മർഡറിൽ. എസ് ഐ അത് പറഞ്ഞതും മീര ബോധം മറിഞ്ഞ് വിവേകിൻ്റെ നെഞ്ചിലേക്ക് വീണുപോയി. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എസ് ഐയും കത്തനാരും അവനെ നോക്കി ആശ്വാസത്തോടെ മന്ദഹസിച്ചു. മാസങ്ങൾക്ക് ശേഷം ഒരു സന്ധ്യാസമയം മീര കുളി കഴിഞ്ഞ് സാരി ചുറ്റി മുടി ടവലിൽ പൊതിഞ്ഞ് ഉയർത്തിക്കെട്ടി കിച്ചണിൽ തിരിഞ്ഞു നിന്ന് ദോശ ചുടുകയാണ്. സ്ലാബിലിരുന്ന് നീലൂട്ടി ദോശ ചട്നിയിൽ മുക്കി കഴിക്കുന്നുണ്ട്. വിവേക് മെല്ലെ പതുങ്ങി അവളുടെ പിന്നിലെത്തി. നില അവനെ നോക്കി ചിരിച്ചു. അവൻ ചുണ്ടിൽ കൈവച്ചു. നില ചിരിയോടെ തലയാട്ടി. അവൻ പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പിൻകഴുത്തിൽ അമർത്തി ഉമ്മ വെച്ചു. അവൾ ഞെട്ടിപ്പോയി. കയ്യിൽ നിന്നും ചട്ടുകം സ്ലാബിലേക്ക് വീണുപോയി. ആ ശബ്ദം കേട്ട് വിവേക് ഒരു ചാട്ടം. അയ്യോ! മീര ഇളിയിൽ കൈകുത്തി തിരിഞ്ഞു നിന്നു. അവനെ നോക്കി കണ്ണുരുട്ടി. അവൻ നന്നായി ഇളിച്ചു. അവൾ കണ്ണുകൊണ്ട് നിലയെ കാണിച്ചു. കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണോ ഇതൊക്കെ? അവൾ ചുണ്ടിൽ വെച്ച് പിറുപിറുത്തു. അവൻ ചുമൽ കൂച്ചി ചിരിയോടെ മുന്നിലേക്ക് വന്നു. എൻ്റെ മീരക്കുട്ടി ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ, അല്ലേ നീലൂട്ടി? അവൾ ചിരിയോടെ തലയാട്ടി. എന്നാ ഇനി എൻ്റെ മോളൂട്ടി. അയ്യോ എൻ്റെ അച്ഛേ, കണ്ണടയ്ക്കാനല്ലേ. ദേ നീലൂട്ടി കണ്ണടച്ചു. അവൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കൈ കൊണ്ട് കണ്ണുകൾ മറച്ചു പിടിച്ചു. വിവേക് അത് കണ്ട് ചിരിയോടെ പൊടുന്നനെ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കഴുത്തിൽ മുഖം പൂഴ്ത്തി വെച്ചു. വിക്കി, എനിക്ക്
അവൾ പിടഞ്ഞു. എന്ത് മണമാ പെണ്ണെ നിനക്ക്? അവൻ്റെ ചുണ്ടുകൾ തൊണ്ടക്കുഴിയിൽ അമർന്നു. അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടിയെത്തി. ദീർഘചുംബനം മുറിഞ്ഞത് ഇരുവർക്കും ശ്വാസം തടസ്സമായപ്പോൾ അവൻ അവളെ നെഞ്ചിലമർത്തി പുറത്തു മെല്ലെ തഴുകിക്കൊടുത്തു. എൻ്റെ ജീവൻ ഇപ്പോൾ പോയേനെ, അവൾ കിതപ്പോടെ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പൊന്നിനെ നഷ്ടപ്പെടുത്തുമോ? അവൻ്റെ കണ്ണിൽ കുസൃതി. അല്ലേ നീലൂട്ടി? ആ അച്ഛേ. അവളുടെ ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു. അയ്യോ! അവർ ദോശ ചട്നിയിൽ മുക്കിക്കഴിക്കുന്ന കാഴ്ച ഇരുവരെയും ഞെട്ടിച്ചു. നിലൂട്ടി, എൻ്റെ അച്ഛേ, എനിക്ക് വിശന്നിട്ടാ അമ്മയോട് ദോശ ചോദിച്ചേ. അച്ഛ ഇങ്ങനെ കൂടെ കൂടെ വന്ന് അമ്മയെ ഉമ്മം വയ്ക്കാൻ വന്നാ എനിക്ക് വിശക്കില്ലേ? ഞാൻ അങ്ങോട്ട് നോക്കിയില്ല, സത്യം ഞാൻ കഴിക്കുമായിരുന്നു. അവൾ ദോശ ചവച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. എടി കള്ളിപ്പെണ്ണേ! അവർ രണ്ടും കൂടി അവളെ ഇക്കിളിയാക്കി. അവളുടെ പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു. അച്ഛേ, എനിക്ക് വാരത്തരുവോ? വിവേക് ചിരിയോടെ ദോശ അല്പം മുറിച്ച് അവൾക്ക് കൊടുത്തു. എനിക്കും വേണം. മീരയും വാ തുറന്നു പിടിച്ചു. അവൻ നിറഞ്ഞ ചിരിയോടെ അവൾക്ക് നേരെ ദോശ നീട്ടി. അത് കഴിച്ചതും പെട്ടെന്ന് അവൾക്ക് എന്തോ പോലെ. അവളുടെ മുഖം മാറുന്നത് കണ്ട് അവൻ പകച്ചു. അവൾ വായും പൊത്തി വാഷിംഗ് ഏരിയയിലേക്ക് ഓടി. അച്ഛേ! വിവേക് പെട്ടെന്ന് നിലയും എടുത്ത് അവളുടെ പിന്നാലെ ഓടി. കുനിഞ്ഞു നിന്ന് വൊമിറ്റ് ചെയ്യുന്ന അവളുടെ പുറത്തവൻ മെല്ലെ തലോടി. അവൾ വായും മുഖവും കഴുകി നിവർന്നു. അവളുടെ മുഖം ചുവന്നു പോയിരുന്നു. എന്താടാ? ആശങ്കയോടെ അവൻ ചോദിച്ചു. അത് നമ്മുടെ നിലൂട്ടിക്ക് കൂട്ടായി ഒരാൾ വരുന്നു. അവളുടെ മുഖം നാണത്താൽ തുടുത്തു. വിവേകിൻ്റെ മുഖം വിടർന്നു. കണ്ണുകൾ നിറഞ്ഞു. മീര? അവൻ ഒറ്റ കൈയാൽ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ മുഖത്ത് ഇടതടവില്ലാതെ പതിഞ്ഞു. ഈ അച്ഛക്കൊരു നാണവുമില്ല. നിലൂട്ടി കണ്ണുപൊത്തി. അത് കണ്ട് അവർ രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ആ ചിരി ഭിത്തിയിൽ തട്ടി പ്രതിഫലിച്ചു. അപ്പോൾ ആകാശത്തൊരു നക്ഷത്രം മിന്നി. ലക്ഷ്മിയാവും. അവരുടെ സന്തോഷം നിറഞ്ഞ ജീവിതം കണ്ട് അവളും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകും. എങ്ങനെയുണ്ട് കൂട്ടുകാരെ? സ്റ്റോറി ഇഷ്ടമായോ?